ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അതേ ഇന്ന് ഉച്ച മുതലുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതേ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഗ്യാസും ഒരടുപ്പത്ത് വെണ്ടയ്ക്കയും തക്കാളിയും കൂടി കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരടുപ്പത്ത് ഇതേ കേബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തേങ്ങ ചെറുതായിട്ടൊന്ന് വറുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് തേങ്ങ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഇത് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ വേപ്പിൻ്റെ ഇലയും കൂടി അതൊന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം തക്കാളിക്കറി എന്തെയ്ക്കണമെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങ അത്യാവശ്യത്തിന് ചൂടായതിന് ശേഷം തേങ്ങ മാറ്റി വെച്ചുകൊണ്ട് കേബേജ് ഉപ്പേരിക്കുള്ള പാന് ചൂടാവാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ പാന് ചൂടായതിന് ശേഷം ഒരിത്തിരി കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം കേബേജ് ചെറുതായി അരിഞ്ഞിരുന്നു കേട്ടോ, അതൊന്നിട്ട് കൊടുത്തു. പിന്നെ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു. അപ്പോഴേക്കും വെണ്ടയ്ക്കയും തക്കാളിയും അത്യാവശ്യം വഴണ്ടി വന്നിരുന്നു കേട്ടോ. അതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. കൂടെ അത്യാവശ്യത്തിന് വെള്ളം ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും കേബേജ് വെന്തിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ അതൊന്നിട്ട് കൊടുത്തു. കൂടെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ കേബേജ് ഉപ്പേരി റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ ഈ കേബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോഴേക്കും പിന്നെ നമ്മുടെ തക്കാളിക്കറി റെഡിയായി. പിന്നെ ഉണക്കലും കൊണ്ടാറ്റ മുളകും കൂടി പൊരിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ടൈമായി. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡിയാവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കല്ലിട്ട കൂടെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കക്ക് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഭക്ഷണം കഴിക്കാനില്ല കേട്ടോ. ഞങ്ങളിവിടെ കൃത്യം 1:30 ആയിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. അതിലപ്പുറം എങ്ങനെ ആയാലും പോകില്ല കേട്ടോ. കാരണം പണിയൊക്കെ അത്യാവശ്യം നേരത്തെ കഴിയുന്നതല്ലേ. അപ്പോൾ പിന്നെ ആ ടൈമിൽ തന്നെ കഴിക്കും. പിന്നെ ഇക്കക്ക് പണിയൊന്നുമില്ല, പുറത്ത് പോയതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇക്ക വരുവോളം വെയിറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ, മാങ്ങച്ചാറായിരുന്നു. ഞാൻ ചോറൊക്കെ വിളമ്പിയപ്പോഴേക്ക് നമ്മളെ കുട്ടി പട്ടാളങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല്ലുവേദനയാണ് കേട്ടോ. പല്ലുവേദന സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ എടുത്ത് വെച്ചത് ഉണ്ടായിരുന്നു. എന്നാലും വേണ്ട ഏത് എഡിറ്റ് ചെയ്യാൻ വയ്ക്കുക, പിന്നെ വോയിസ് കൊടുക്കും വേണ്ട. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത് 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ വോയിസ് കൊടുക്കുന്നത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പല്ല് ഡോക്ടറിനെ കാണിക്കണം, പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് കേട്ടോ ഇനി പണിയുള്ളത്. ഏതൊരു സൂക്കടിൻ്റെ പോലെയില്ലേ പല്ലുവേദന, സഹിക്കാൻ പറ്റാത്തതൊരു വേദനയായിരിക്കില്ലേ. ഏതായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, എടുക്കുക അടക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഡോക്ടറെ കാണിക്കണം. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് ടേബിളൊക്കെ ക്ലീനാക്കി അടുത്ത പണി ഇതാണ് കേട്ടോ. അപ്പോഴേക്കും അടുക്കള പരന്ന് കിടന്നിട്ടുണ്ട്. ആകെ 2-3 പേരെ ചോറ് തിന്നിട്ടുള്ളൂ. പാത്രങ്ങൾ ആകെ നിരന്ന് കിടക്കുന്ന കണ്ടില്ലെങ്കിൽ അതൊക്കെ ക്ലീനാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും പാത്രങ്ങളൊക്കെ കഴുകാണ്ടാവില്ലേ. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ച് അടുക്കള ക്ലീനാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.